എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി സ്ഥാപനത്തിൽ നിന്ന് BJP സംഭാവനയായിട്ട് സ്വീകരിച്ചത് 30 കോടിയോളം രൂപയാണ്. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി സ്ഥാപനമായിട്ടുള്ള അല്ലാന സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഭാരതീയ ജനതാ പാർട്ടിക്ക് 30 കോടി രൂപ സംഭാവനയായിട്ട് നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തുവരുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരാണ് അല്ലാന സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കാലയളവിൽ BJPക്ക് അല്ലാന ഗ്രൂപ്പ് 30 കോടി രൂപ സംഭാവന നൽകിയെന്നാണ് റിപ്പോർട്ട്. കമ്പനി ഇതുവരെ നൽകിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സംഭാവനയാണിത്. 2023-24 2 കോടി രൂപയാണ് ഇവർ BJPക്ക് സംഭാവന നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ ഉദ്ധരിച്ച് scroll.in പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. അല്ലാന സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2018 ശേഷം ആദ്യമായിട്ട് 10,000 കോടിയിലധികം വരുമാനം രേഖപ്പെടുത്തിയതായിട്ടും റിപ്പോർട്ടിലുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന് കീഴിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ സംതൃപ്തരായാണ് സംഭാവന നൽകിയതെന്നാണ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. മോദി സർക്കാരിന്റെ കീഴിൽ സുസ്ഥിരമായിട്ടുള്ള വളർച്ചയ്ക്കായിട്ട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് വികസിത ഭാരതത്തിന്റെ കൂടുതൽ മുന്നേറ്റത്തിനും വളർച്ചയ്ക്കുമായിട്ട് സംഭാവന നൽകിയത്. കാര്യക്ഷമമായിട്ടുള്ള GST ചട്ടക്കൂടുകളും ഈജിപ്തും മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പുതിയ വിപണികളിലേക്ക് ബീഫ് കയറ്റുമതി വ്യവസായത്തെ കടന്നു ചെല്ലുവാൻ സഹായിച്ച വ്യാപാര നയതന്ത്രവും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരും മാംസ വ്യവസായവും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റം വന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ്. അല്ലാന ഗ്രൂപ്പ് പ്രധാന സംസ്കരണ യൂണിറ്റുകൾ നടത്തുന്ന ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ബീഫ് കടത്തുന്നുവെന്ന് ആരോപിച്ച് ഇറച്ചി വ്യാപാരികൾക്ക് നേരെയുള്ള ഹിന്ദുത്വവാദികളുടെ ആക്രമണ പരമ്പര അവരുടെ വിതരണ ശൃംഖലയിൽ പ്രതിസന്ധികൾ നേരിട്ടത്. അതിൽ പ്രധാനമായിട്ടും ആക്രമണത്തിന് ഇരയായിട്ടുള്ളത് മുസ്ലിങ്ങളാണ്. 2019 ജനുവരിയിൽ അല്ലാന ഗ്രൂപ്പുമായി ബന്ധപ്പെടുത്തി 100-ലധികം സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി. ഇതിൽ 2000 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായിട്ട് ആരോപിച്ചായിരുന്നു റെയ്ഡ്. ഇതിന് പിന്നാലെയായിരുന്നു 7 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതും. അല്ലാന സൺസ് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ഫണ്ടിംഗ് ചരിത്രത്തിൽ ഉൾപ്പെടുന്നതാണ്. ആ കാലയളവിൽ അവർ BJPക്ക് 2 കോടി രൂപയും ശിവസേനയ്ക്ക് 5 കോടി രൂപയും സംഭാവന നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.